എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണ്. ആദ്യമായിട്ട് അതിന് നമുക്ക് ആ കൂന്തലിന് ക്ലീനാക്കിയെടുക്കാം. നന്നായിട്ട് ക്ലീനാക്കിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കണ്ട, ചെറിയ ചെറിയ പീസാക്കിയാൽ മതി. വേവാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോകുള്ളൂ. അതിനുശേഷം നമുക്കത് എന്ത് ചെയ്യണം, അതൊരു കുക്കറിലാക്കി വേവിക്കാം. കുക്കറിലിട്ട് വേവിച്ചാൽ നല്ല വേവുള്ള സാധനമുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആദ്യം നമുക്കത് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുക്കറിലാക്കി സ്റ്റൗവിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഒരു 3 വിസിൽ വേണം. വെന്തിട്ടുണ്ടേ, ഞാനത് ഇറക്കി വെച്ച്. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ അതിനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കുറച്ച് നല്ല വെളിച്ചെണ്ണ എടുത്താൽ മതിയേ. കുറച്ച് കടുക് ഇട്ട് അതിലേക്ക് സവാള ഇട്ട്, ഒരു സവാള മൊത്തം എടുത്തോ, അത് കുഴപ്പമില്ല, അധികം പ്രശ്നമില്ല അതിന്. പിന്നെ സവാള ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇടണം. പെട്ടെന്ന് വഴന്ന് വരും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കില്ലേ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാം. തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്തിരി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലോട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റും ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മസാലകൾ ചേർക്കണം. ആദ്യമായിട്ട് മല്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ചേർക്കണം. കുറച്ച് മുളക് പൊടി, പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ചുകൂടി മുളക് പൊടി ചേർക്കണം. അത് നല്ല കളറ് കിട്ടും. കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലില്ലേ, അതെടുത്ത് നമുക്ക് ആ ഒരു ഗ്രേവിയുടെ അകത്തേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തും ആ ഗ്രേവി എല്ലായിടവും നന്നായിട്ട് മിക്സ് ആവുന്നവരെ നമുക്ക് നല്ല ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റാം. 5 മിനിറ്റ് മതി. നമ്മൾ വേവിച്ചെടുത്താണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അതൊന്നും കൂടി ഫ്രൈ ആക്കണം. എന്നാലേ അതൊരു ടേസ്റ്റ് കിട്ടും. ഒരു ഇത്തിരി വേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ടെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. ടെസ്റ്റർ വന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ട് അറിയാം. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായി? ടെസ്റ്ററിൻ്റെ മുഖം കണ്ടാൽ അറിയാം അതിൻ്റെ റിസൾട്ട്. ഒന്നും കൂടി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെ ഈ ഒരു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.